ആ അലിയാപ്പു, ശ്രീധരമേനൊക്കെ പുറത്തു വന്നിരിക്കുക. ഒന്നും ചാത്തേക്കരുത്. ഹലോ, യെസ് യെസ്, പിന്നെ മനസ്സിലായി. ഞാനേ പരമേശ്വരനോട് തിരിച്ച് അങ്ങോട്ട് വിളിക്കാൻ പറയാം. അതെ, നാളെ മോർണിംഗ് 11:30 മുഹൂർത്തം. ഓക്കെ ഓക്കെ, നേരത്തെ എത്തണം. മാറി നിക്കടാ, തുടരുത്. അല്ല, ഇതെന്തായി കാണിക്കണേ? ഇത് അകത്തെങ്ങാനും കൊണ്ട് വെക്ക് കുഞ്ഞിപ്പാലു. ഈ കൂൾ ഡ്രിങ്ക്സ് ഒക്കെ പിള്ളേർ ആരെങ്കിലും കൊടുത്തോളൂ. സ്വാമിയേ ശരണമയ്യപ്പ, ഇത് കൂൾ ഡ്രിങ്ക്സ് അല്ല, മറ്റവ മിക്സാ. നമ്മുടെ ഒരു ടീം പുറത്തിരിപ്പുണ്ട്. പിള്ളേരുടെ കയ്യിൽ കൊടുത്തയച്ചാ വല്ല ലേഡീസും വാങ്ങി തൊണ്ടക്കുള്ളിക്ക് ഇറക്കിയ പിന്നെ അത് ആകെ പുലിവാലാവും. ഒരെണ്ണം കീറണ? അയ്യോ ഇല്ല. പരമനെ കണ്ടോ? ഇല്ല, പുറത്ത് പലതും അന്വേഷിക്കുന്നുണ്ട്. ഒരെണ്ണം കീറണ? വേണ്ടെന്ന് പറഞ്ഞില്ലേ? വന്നേ, ഒരു മിനിറ്റ്. പറയ്. ഒരെണ്ണം കീറണ? ഒറ്റ കീറി വെച്ചതാണല്ലോ. അല്ല, എന്തൊരു ഇരിപ്പായത്. ഞാൻ തപ്പാൻ ഇനി ഒരു സ്ഥലമില്ല. 1000 ഫോൺ കാളെങ്കിലും വന്നു കാണും. പുറത്ത് തിരക്കുന്നവർ വേറെ വന്നാട്ടെ. പരമു, മനസ്സ് വല്ലാതങ്ങ് സന്തോഷം കൊണ്ട് നിറയാ. പക്ഷേ എന്തോ ഒരു വേദന, ഒരുതരം ഡിപ്രഷൻ. എന്തു പറ്റി? അവൾ നാളെ ഈ പടിയിറങ്ങി പോവും അല്ലേ സ്വാമി? ഇനി അവൾ മറ്റൊരു വീട്ടിലെ അംഗമാകും. അവളുടെ ജീവിതത്തിൽ ഇനി മറ്റൊരാളുണ്ട്. അവൾ ഇനി ഏട്ടന്റെ കളിക്കുട്ടിയായ അനിയത്തിയല്ല, അല്ലടോ? എന്തായി പറയുന്നത്? എങ്ങോട്ട് പോകുന്ന? ഒരു ഫർലാങ് അപ്പുറത്തേക്ക്. പിന്നെ വിവാഹം കഴിയുന്നതോടെ ഭർത്താവായി, കുഞ്ഞുങ്ങളായി, സ്വാഭാവികമായ മാറ്റങ്ങൾ. അത് വേണ്ടേ? അതൊക്കെ കണ്ണു നിറയെ കാണാനല്ലേ ഇത്രയും കാലം പാടുപെട്ടത്. വന്നാട്ടെ. അറിയാഞ്ഞിട്ടല്ല ഒന്നും. എന്നാലും അവൾ എന്റെ കൂടപ്പിറപ്പ് മാത്രമല്ല, എന്റെ മകനും മകളും എല്ലാമാണ്. എന്താ താഴെ മുഴുവൻ ഗസ്റ്റ് ഇവിടെ തിരക്കുക. ഇവളാണെങ്കിൽ ഡ്രസ്സിങ് കഴിഞ്ഞിട്ടില്ല. ഇപ്പതാ കണ്ണ് എഴുതാൻ ആരെയും അനുവദിക്കുന്നില്ല. ഏട്ടൻ എഴുതി തരൂത്ര. ഏട്ടൻ തന്നെ എനിക്ക് എഴുതി തരാറ്. വേറെ ആരും എന്റെ കണ്ണു തൊട്ടാലും ഞാൻ കാര്യം ഇല്ല ഏട്ടാ. അതെ അതെ, ഞാൻ താഴോട്ട് പോവാ. വന്നേക്കണേ. ഏയ്, നിങ്ങളൊക്കെ പോ 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 പോ. നാളെ മുതൽ എന്റെ കുട്ടി എന്ത് ചെയ്യും? ഏട്ടന് കഴിയില്ലല്ലോ അവിടെ വന്ന് കണ്ണ് എഴുതി തരാൻ. ഞാൻ കണ്ണു തൊട്ടില്ല പപ്പ. അതുകൊണ്ടല്ല, എനിക്ക് എന്തോ ഒരു സങ്കടം. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് മിസ്റ്റർ ജബ്ബാർ. ഇയാളെന്താ ഈ വേഷത്തിൽ? ഒരു പാർട്ടിക്ക് വരുമ്പോഴും ഒന്ന് ഫ്രീ ആയിട്ട് ഒന്നുകൂടെ മാഷേ. വരണം. ഞാൻ ഈ വഴി പോകുന്ന കൂട്ടത്തിൽ ഒന്ന് കയറിയതാ. മിസ്റ്റർ പരമേശ്വരനെ ഒന്ന് കാണണം. ഈ വേഷത്തിൽ ഞാൻ അകത്തേക്കില്ല. എന്തു പറ്റി? പ്രത്യേകിച്ച് എന്തെങ്കിലും? ഏയ് നത്തിങ്. വക്കീലൊന്ന് വിളിക്കാവോ? എന്താ കുഞ്ഞുപാലു? എന്റെ അപ്പന് മീൻ കച്ചവടമായിരുന്നു. ഞാനായിട്ട് സ്വർണ്ണപ്പീടിയെ തുടങ്ങി. സ്വർണ്ണപ്പീടിയെ ഞാൻ ഒതുക്കും, എന്നിട്ട് മീൻ കച്ചവടത്തിലേക്ക് പോവും. നമ്മുടെ CI ജബ്ബാർ കാണാൻ വന്നിരിക്കുന്നു. ഞാനിപ്പോ വരാം. ഇയാളെന്താ പുറത്തു നിന്ന് കളഞ്ഞ്? അകത്തേക്ക് വിടോ. ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ കാര്യം? ഒന്ന് പുറത്തേക്ക് വരുമോ? എന്താ പ്രശ്നം? ചുമ്മാ ഈ വഴി പോകുമ്പോ കയറിയെന്നാണ് ജബ്ബാർ പറഞ്ഞത്. അങ്ങനൊരു ചുമ്മാ വരവിന്റെ കാര്യം. ജബ്ബാർ കയറിക്കോളൂ, ഞാൻ എന്റെ വണ്ടി വന്നാൽ മതിയല്ലോ. അതിനെന്താ സാർ, ആയിക്കോട്ടെ. സ്വാമി, എനിക്ക് സ്റ്റേഷൻ വരാം. എന്താ കാര്യം എന്ന് വലിയ പിടിയില്ല. കമ്മീഷണറാണ് വിളിച്ചിരിക്കുന്നത്. ആ പെണ്ണും പിള്ളേക്ക് ചുമ്മാ കഴപ്പാ. എന്താ കാര്യം എന്ന് പറയാതെ വെറുതെ അങ്ങോട്ട്. ജബ്ബാറിന് അറിയില്ല എന്ന് പറയുന്ന കള്ളം. ഏതായാലും പോയി നോക്കാം. വർഷാവർമ്മയുടെ ഈഗോ ഹെർട്ടാവണ്ട. ഇങ്ങോട്ട് കിട്ടിയെടുത്ത് അത് ബോറാവും. അലിയപ്പോ വണ്ടി എടുക്ക. ഓ സമി, പപ്പ അറിയണ്ട, ആരും അറിയണ്ട. ഞാനിതാത്തി. ഞാൻ കൂടെ വരാം. വെയിറ്റ് ഹിയർ. എന്താ വക്കീൽ ഇത്? നോ ഐഡിയ. ജബ്ബാർ ഒന്നും പറയുന്നില്ല. പരമേശ്വരൻ അല്ലേ? അതെ.
ഇയാളാരാ? ഞാൻ അഡ്വക്കേറ്റ് എബ്രഹാം. ഓഹോ, പരമേശ്വരന്റെ ഒപ്പം സ്ഥിരമായ ഒരു വക്കീലിനെയും കൊണ്ടാണ് നടപ്പല്ലേ? കൊള്ളാം. വക്കീൽ അദ്ദേഹം ഒന്ന് പുറത്തു പോയി നിന്നാട്ടെ, ഞങ്ങൾക്ക് ഇയാളോട് ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. അല്ല, അത് ഞാൻ DIG പുന്നൂസിന്റെ നെവിയാണ്. കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം ട്രാൻസ്ഫർ ആയി പോയത് സൗത്ത് സോണിലേക്ക്. അല്ലായിരുന്നേ? ഇയാളെന്നെ മൂക്കി കയറ്റായിരുന്നോ? ഒന്നറിയ പുറത്തു പോയി നിൽക്കണോ? മിസ്റ്റർ SP, കുറച്ചുകൂടെ സഭ്യമായ ഭാഷയിൽ സംസാരിക്കണം. വക്കീലേ, പുറത്തുണ്ടായാൽ മതി. ഇവർക്ക് എന്നോടാണല്ലോ സംസാരിക്കേണ്ടത്. പറയണ സാർ, എന്താ പ്രശ്നം? ജബ്ബാർ, അറിയാലോ ഇവന്മാരെ അല്ലേ? ഇല്ല. സത്യം പറയും എന്നുദ്ദേശിച്ച് ചോദിച്ചല്ല. ഇയാൾ അറിയോടാ? പരമേശ്വരൻ സാർ. ഇയാളെ ഏൽപ്പിക്കാനല്ലേ പറഞ്ഞത്? വാ തുറന്ന് പറയണം. അതെ. എന്താ കാര്യം എന്ന് പറഞ്ഞു തന്നാൽ വലിയ ഉപകാരമായിരിക്കും സാർ. ഓ, പരമേശ്വരൊന്നും മനസ്സിലായില്ല അല്ലേ? പറയാം. മംഗലാപുരത്ത് ഒരു ലങ്കേഷ് ഷെട്ടി ഈ പയ്യന്മാരുടെ കയ്യിൽ നിങ്ങളെ ഏൽപ്പിക്കാനായി കൊടുത്തയച്ച 25 കിലോഗ്രാം സ്വർണം സെൻട്രൽ എക്സൈസ് പാർട്ടി നീലേശ്വരത്ത് വെച്ച് പിടിച്ചു. ബൈ ഇൻഫർമേഷൻ. നോൺസെൻസ്, അട്ടർ നോൺസെൻസ്. എനിക്കൊന്നും അറിയില്ല. ലങ്കേഷ് ഷെട്ടി, ഹൂ ഈസ് ഹി? ദിസ് ഈസ് ടോട്ടലി ഫാബ്രിക്കേറ്റഡ് സ്റ്റോറി. സ്റ്റോപ്പ് മാൻ. ഇയാളങ്ങ് ബഹളം വെക്കാതെ. കുറ്റം നിഷേധിക്കുകയാണ് ഏതൊരു ക്രിമിനലും ആദ്യം ചെയ്യുക. സമ്മതിപ്പിക്കേണ്ടത് ഞങ്ങൾ പോലീസുകാരുടെ ഡ്യൂട്ടിയാണ്. കുറച്ചൊക്കെ എനിക്കും അറിയാം. കടത്തിണ്ണയിൽ നിന്നും തെരുവ് മൂലയിൽ നിന്നും കിട്ടുന്ന സാധുക്കളെ തല്ലി ചതച്ച് തെളിവുണ്ടാക്കി കേസ് ഫയൽ ക്ലോസ് ചെയ്യുന്നതും ചാർജ് ഷീറ്റ് തയ്യാറാക്കുന്നതിന്റെ ഒക്കെ പോലീസ് മുറയെ കുറിച്ച് എനിക്കും അറിയാം. എന്നെ ആ കൂട്ടത്തിൽ കൂട്ടരുത്. 3-ാം മുറ ഉപയോഗിച്ച് എന്നെ കൊണ്ട് ഒരു അക്ഷരം പറയിപ്പിക്കാൻ ശ്രമിക്കുന്ന പോലീസുകാരുടെ ദേഹം ക്ഷീണിക്കേ ഉള്ളൂ. പിന്നെ ലീഗൽ ഫൈറ്റിനാണെങ്കിൽ ഞാൻ ഇറങ്ങും. ഡൽഹിക്ക് അപ്പുറം കോടതി ഉണ്ടെങ്കിൽ അവിടെ വരെ. Great heroic words. Not bad, man. Not bad. No, Madam Varsha Verma. It is not just a heroic voice. It's a common man's voice. ഈ നാട്ടിലെ നീതി ന്യായ വ്യവസ്ഥിതികളിൽ നിന്നും വിശ്വസിക്കുന്ന ഒരു സാധാരണക്കാരന്റെ ശബ്ദം. നാക്ക് പിഴുതെടുക്കുന്ന കാലമെല്ലാം പോയി മാഡം. ഇന്ത്യയിൽ നിന്ന് ഭരിക്കുന്നത് വിദേശികളും നാട്ടുരാജാക്കന്മാരും ഒന്നും അല്ലല്ലോ. മുൻവൈരാഗ്യത്തിന്റെ പേരിൽ ഒരു പോലീസ് കമ്മീഷണർ നടത്തുന്ന ചീപ്പ് റിവഞ്ചാണ് ഇതെന്ന് എനിക്കറിയാം. പക്ഷെ എന്റെ സമയം വിലപ്പെട്ടതാണ്. നാളെ എന്റെ അനിയത്തിയുടെ വിവാഹമാണ്. സോ ഐ ഹാവ് ടു ഗോ. എന്നെ പോകാൻ അനുവദിക്കണം. പരമേശ്വരൻ, ഒരു ചീപ്പ് റിവെഞ്ചിനായി ദാ ആ മുറിയിലിരിക്കുന്ന 25 കിലോ സ്വർണം സംഘടിപ്പിക്കാൻ മാത്രം എനിക്ക് നിങ്ങളെപ്പോലുള്ള പരമേശ്വരന്മാരുമായി ബന്ധമൊന്നുമില്ല. പിന്നെ നിങ്ങൾ പറയും പോലെ ഇതൊരു ഫാബ്രിക്കേറ്റഡ് സ്റ്റോറി ആണെങ്കിൽ നിങ്ങൾക്ക് കോടതിയിൽ പറയാം, തെളിയിക്കാം. പക്ഷേ ഇന്ന് ശനിയാഴ്ച രാത്രി, നാളെ ഞായറാഴ്ച, മറ്റന്നാൾ തിങ്കളാഴ്ച മാത്രമേ ഞങ്ങൾക്ക് നിങ്ങളെ കോടതിയിൽ പ്രസന്റ് ചെയ്യാൻ കഴിയൂ. No way. നാളെ രാവിലെ എനിക്ക് ബെയിൽ കിട്ടണം. ടേക്ക് മീ ടു മജിസ്ട്രേറ്റ്സ് ഹൗസ്. മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ കൊണ്ടുപോയി എനിക്ക് ജാമ്യം എടുക്കാം. സോറി, എനിക്ക് സത്യത്തിൽ തികഞ്ഞ ദുഃഖമുണ്ട് പരമേശ്വരൻ. കാരണം മജിസ്ട്രേറ്റ് ലീവിലാണ്. ഇന്ന് വൈകുന്നേരം പ്രതീക്ഷിക്കാതെ ഒരു യാത്ര പോയി അദ്ദേഹം. അത് ദൈവത്തിന്റെ തീരുമാനമായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ പറയും പോലെ ഇതാരാണോ ഫാബ്രിക്കേറ്റ് ചെയ്തത് അവരുടെ തീരുമാനമാവും. പക്ഷെ ഒരു കാര്യം നിങ്ങൾക്ക് വിശ്വസിക്കാം, അത് ഞാനല്ല. എനിക്കിതിൽ യാതൊരു തരത്തിലുള്ള താല്പര്യങ്ങളുമില്ല. ഐ ആം ഡൂയിങ് മൈ ഡ്യൂട്ടി ആൻഡ് വി ആർ ഡൂയിങ് അവർ ഡ്യൂട്ടി. സോറി, സെൽഫോൺ ഇവിടെ യൂസ് ചെയ്യാൻ പാടില്ല. സുഷാ.